സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ടൈം ജോബിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫുൾ ടൈം പഠനത്തിൻ്റെ കൂടെ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആകണം, ഒരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ ആണോ. ആക്ച്വലി ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലേക്കും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി അടിപൊളി കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വാട്ട് ഐം ട്രൈങ് ടു ഡു ഇസ് ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾക്ക് മതി എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ നോട്ട്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്പിനും എത്രത്തോളം സമയമെടുക്കും, അതെങ്ങനെ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഏതൊക്കെ ദിവസങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ടാസ്കിൽ ഇൻവോൾവ് ആവണം എന്നുള്ളത് വരെ നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ദാറ്റ് ഈസ് ഒരു സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്, ഇമ്പോർട്ടൻസ് ഓഫ് കോണ്ടന്റ്. ശരിക്കും നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പല കാര്യങ്ങളിലും പല ആസ്പെക്ട്സിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യില്ലേ. ഞാൻ ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ടോപ്പിക്കിൽ കൂടുതൽ റിസർച്ച് ചെയ്യില്ലേ. സോ എൻ്റെ റിസർച്ച് സ്കില്ല് ഇമ്പ്രൂവ് ആവില്ലേ. ഞാൻ ഓരോ കോണ്ടന്റിനും വേണ്ടി റിസർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ നോളജ് ഇമ്പ്രൂവ് ആവില്ലേ. ഞാൻ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവില്ലേ. ഇങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ ആക്ച്വലി കോണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ത്രൂ പറയാം. സോ ഞാൻ എന്നുള്ള ആളെ കുറച്ച് പേർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്ക് അറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ നാട്ടിലെ കുറച്ച് പേർക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം, മേ ബി എൻ്റെ മുമ്പ് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ അറിയാം. ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യണത്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, എൻ്റെ ക്യാരക്ടർ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഈ ആളുകളെ നമുക്കൊരു സർഫേസ് ഏരിയ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്ന് വിചാരിക്കാം. സോ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ഈ സർഫേസ് ഏരിയൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റർ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരാരെ കണക്ട് ചെയ്യും? എന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? എൻ്റെ സർഫേസ് ഏരിയൻ്റെ ഉള്ളിൽ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് അതെനിക്ക് കിട്ടി, റൈറ്റ്? സോ എൻ്റെ സർഫേസ് ഏരിയ എന്നുള്ളത് കേരളം മുഴുവനാണെന്ന് വിചാരിക്കാം. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കാം. സോ ദാറ്റ് എൻ്റെ ഓപ്പർച്യൂണിറ്റീസും അവിടെ കൂടുകയല്ലേ. ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കണം എന്താ? എൻ്റെ സർഫേസ് ഏരിയ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ കോണ്ടന്റ് എന്നുള്ളത് നമ്മൾ വീഡിയോസ് ആയിട്ടാണെങ്കിലും ടെക്സ്റ്റ് ആയിട്ടാണെങ്കിലും ഏത് ഫോം ഓഫ് കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും അതിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആണ്. സെക്കൻഡ്, നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബിൻ്റെ കൂടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോകണം? നമ്പർ 1, ഐഡിയേഷൻ. അതായത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് മേ ബി ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാവാം, അത് മേ ബി നിങ്ങൾക്ക് വന്ന സിറ്റുവേഷൻസിലൂടെ ആവാം, അത് മേ ബി നിങ്ങളൊരു ഇവൻറ്റിന് പോയ സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആവാം. ഏത് കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐഡിയേഷൻ എന്ന് പറയുക. സോ ദാറ്റ് ഒന്ന് വെറുതെ ഇരുന്ന് കുറച്ച് നേരം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഒക്കെ കത്തും. മേ ബി ഇത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എങ്ങനെ നല്ലൊരു യൂട്യൂബർ ആവാം, കോണ്ടന്റ് ക്രിയേറ്റർ ആകാം എന്നുള്ളതിന് ഒരു ഐഡിയ ആക്കിയിട്ട് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, തംബ്നെയിൽ ആൻഡ് ടൈറ്റിൽ. നമ്മുടെ വീഡിയോൻ്റെ തംബ്നെയിലും നമ്മളെ വീഡിയോൻ്റെ ടൈറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നല്ല തംബ്നെയിലും നല്ല ടൈറ്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. സോ തംബ്നെയിലിൽ എന്ത് കോണ്ടന്റ് കൊടുക്കും, ഏത് രീതിയിൽ ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യും, ടൈറ്റിൽ എന്ത് കോണ്ടന്റ് കൊടുക്കും, ആളുകളെ മിസ്ലീഡ് ചെയ്യാതെ നല്ല രീതിയിലുള്ള ടൈറ്റിൽ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. തംബ്നെയിലും ടൈറ്റിലും ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മേജർ സ്റ്റെപ്പ്. ആൻഡ് തേർഡ്, റൈറ്റിംഗ് എന്നുള്ളത് 2 രീതിയിൽ ചെയ്യാറുണ്ട് മേജർലി. ഒന്ന്, നമ്മൾ കംപ്ലീറ്റ് വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്. അതായത് ഏത് ലാംഗ്വേജിലാണോ സംസാരിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ ഈച്ച് ആൻഡ് എവറി വേർഡ് എഴുതിക്കൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇനീഷ്യലി ആളുകൾക്ക് മേ ബി വർക്ക് ആവുന്നുണ്ടായിരിക്കും, അതായിരിക്കാം വിച്ച് ഇസ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കാത്തത്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളത് ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് ഏതൊക്കെ സെക്ഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകാന്നുള്ളതിൻ്റെ ബുള്ളറ്റ് പോയിന്റ്സ് എൻ്റെ ഈ നോട്ട്ബുക്കിൽ എനിക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ് റൈറ്റിംഗ് എന്നുള്ളതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്. ദെൻ ഫോർത്ത്,
ഫിലിമിങ് അല്ലെങ്കിൽ ഷൂട്ടിംഗ്, ക്യാമറ യൂസ് ചെയ്തിട്ടോ ഫോൺ യൂസ് ചെയ്തിട്ടോ നല്ലൊരു വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കോണ്ടന്റിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് വിഷ്വൽ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് എഡിറ്റിംഗ്. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോനെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യേണ്ട എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ VN പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി പബ്ലിഷിംഗ്. നമ്മൾ കോണ്ടന്റ് അടിപൊളിയായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട്, ആ തംബ്നെയിൽ കൊടുത്തുകൊണ്ട്, ആ ടൈറ്റിൽ കൊടുത്തുകൊണ്ട്, ടാഗുകളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ അടിപൊളിയായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ടായിരിക്കും. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദാറ്റ് വാസ് അവർ 6th സ്റ്റെപ്പ്. സോ ഈ ഒരു 6 സ്റ്റെപ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ആക്ച്വലി ഒരു കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ നമ്മുടെ 3rd സെക്ഷൻ എന്നുള്ളത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള സമയം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആക്ച്വലി നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഐഡിയേഷന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി 10 to 15 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ റൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അറൗണ്ട് 30 to 40 മിനിറ്റ്സോളം ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് റൈറ്റ് ചെയ്യാനും കൂടുതൽ റിസർച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ എടുക്കാറുണ്ട്. സോ ദാറ്റ് 30 to 40 മിനിറ്റ്സ് ആണ് ആ ഒരു പാർട്ടിലേക്ക് ഞാൻ എടുക്കുന്നത്. ദെൻ ഫിലിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മൾട്ടിപ്പിൾ വീഡിയോസ് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. എനിക്കൊരു വീഡിയോക്ക് അറൗണ്ട് 30 മിനിറ്റ്സ് ഒക്കെയാണ് ഒരു കംപ്ലീറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എടുക്കാറ്. ഇത് വളരെ ഡിപ്പെൻഡിങ് ആണ്. സോ എനിക്ക് പേഴ്സണലി അറൗണ്ട് 30 മിനിറ്റ്സ് ആണ് ഒരു വീഡിയോ ഈ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ആവറേജ് എടുക്കുന്നത്. ദെൻ എഡിറ്റിംഗ്. എൻ്റെ വീഡിയോനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഹാർഡ് പാർട്ട് ആക്ച്വലി എഡിറ്റിംഗ് ആണ്. അറൗണ്ട് 5 to 6, 7 ഹവേഴ്സോളൊക്കെ ഒരൊറ്റ വീഡിയോൻ്റെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദാറ്റ് അറൗണ്ട് ആവറേജ് ഒക്കെ 6 എന്നൊക്കെ പറയാം, ജസ്റ്റ് കുറവാണ്. അഗെയിൻ 6 ഹവേഴ്സോളം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് അറൗണ്ട് 20 മിനിറ്റ്സ് ആണ്. ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് കവറേജ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആവറേജ് 20 മിനിറ്റ്സ് ആണ് എൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വിട്ടുപോയൊരു കാര്യം, തംബ്നെയിൽ ആൻഡ് ടൈറ്റിലാണ്. തംബ്നെയിലും ടൈറ്റിലിന് വേണ്ടി മാത്രം അറൗണ്ട് ഒരു 20 to 25 മിനിറ്റ്സ്. ഡിസൈനിങ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കോണ്ടന്റ് മാത്രം 20 മിനിറ്റ്സോളം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസൈനിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് അറൗണ്ട് 45 to 1 hour ഒക്കെ ജസ്റ്റ് തംബ്നെയിലിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 8 to 9 മണിക്കൂർ, അറൗണ്ട് 10 മണിക്കൂറൊക്കെ ഒരൊറ്റ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഓരോ കാറ്റഗറിക്കും എത്രയൊക്കെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നൗ ഇതിനെ ഒരു വീക്കിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അറൗണ്ട് 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു യൂട്യൂബ് വീഡിയോ എവറി സിംഗിൾ വീക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് എല്ലാ ദിവസവും 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാഴ്ച അറൗണ്ട് 8 to 10 മുകളിലൊക്കെ ഹവേഴ്സ് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സക്സസ്ഫുള്ളി ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എവറി ഡേ ജോബ് ചെയ്യുന്ന ആളായിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, 1.5 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഹിയർസ് എ ക്യാച്ച്. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആക്ച്വലി ഒരു സാലറി ഉണ്ട്. ആ സാലറിയിൽ നിന്ന് ചെറിയ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മോസ്റ്റ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാം. മേ ബി എഡിറ്റിംഗ് എന്നുള്ളൊരു ടാസ്ക് വേറൊരാളെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം, പൈസ കൊടുത്തുകൊണ്ട് ഏൽപ്പിക്കാം. സോ അവിടെ നിങ്ങൾ എവറി വീക്ക്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി സിംഗിൾ വീക്ക് നിങ്ങൾക്ക് ആക്ച്വലി 7 അല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി 7 to 8 മണിക്കൂറൊക്കെ ഒരു വീഡിയോയിൽ എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരാഴ്ച 8 മണിക്കൂറോളം എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ടാസ്കുകളിൽ മാത്രം ഞാൻ വർക്ക് ചെയ്താൽ മതിയാകും. ഇനി നെക്സ്റ്റ് തംബ്നെയിൽ മേ ബി എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാം. നല്ലൊരു ഡിസൈനറെ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ തംബ്നെയിൽ 100% ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ടാസ്ക് ഫൈനാൻഷ്യലി ഒക്കെ നോക്കുന്ന സമയത്ത് ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഡെലിഗേറ്റ് ചെയ്യാവുന്നതുമാണ്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ എത്ര സമയം ഞാൻ ആക്ച്വലി ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഡേയ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. മേ ബി നിങ്ങൾക്കൊരു 5 മണിക്കൂറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ദിവസം 1 മണിക്കൂർ വെച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യും. മേ ബി മൺഡേ ടു ഫ്രൈഡേ, എവറി മൺഡേ ടു ഫ്രൈഡേ 1 മണിക്കൂർ വെച്ചുകൊണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ ടാസ്കുകളാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. മേ ബി മൺഡേ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും സ്ക്രിപ്റ്റ് ചെയ്യുകയുമാണ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അല്ലെങ്കിൽ വേറൊരു ഡേ നിങ്ങൾ ഐഡിയേഷനിലും തംബ്നെയിൽ
തമ്മിലും ടൈറ്റിലുമാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ ടാസ്കുകൾ എത്രയൊക്കെ സമയം നിങ്ങൾ ചെയ്യുമെന്നുള്ളത് റൈറ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ്. ആൻഡ് ഫൈനലി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഞാൻ പറഞ്ഞ ആ ഒരു സീക്രട്ട് കാര്യം, സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള കാര്യം, തുടങ്ങുക എന്നുള്ളത്. നമുക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ എന്ത് കോണ്ടന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യും, ഏത് രീതിയിൽ, എനിക്ക് ഫോണുണ്ടോ, ഞാൻ എഡിറ്റ് ചെയ്യണത് അടിപൊളിയായിരിക്കുമോ, ഞാൻ ചെയ്യുന്ന തംബ്നെയിൽ നന്നാവോ, ടൈറ്റിൽ നന്നാവോ, ഈ സാധനങ്ങളൊക്കെ വിടുക. ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡി ആവുക. ദെൻ ഓൺ ദ ഗോ നിങ്ങൾ ബെറ്റർ ആയിക്കൊണ്ട് ഒപ്റ്റിമൈസേഷൻസ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ആദ്യത്തെ ഒരു 50 വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 80 വീഡിയോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 100 വീഡിയോ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യുക. അതൊന്ന് ഒരു റീച്ചും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ആദ്യത്തെ 100 വീഡിയോ ജസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വർഷം നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ഈവൻ വിത്തൗട്ട് ക്വിറ്റിംഗ് യുവർ ഫുൾ ടൈം ജോബ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നല്ല യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിഡിലൻ വാല്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏത് രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഏത് രീതിയിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഉറപ്പായിട്ടും അടിപൊളി ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളത് കമൻസിൽ അറിയിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ചാനൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.